കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ശ്രീനാരായണപുരത്ത് കാന നിർമ്മാണത്തിനിടെ മതിലിടിഞ്ഞു വീണ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. വെസ്റ്റ് ബംഗാൾ സ്വദേശി മുഹമ്മദ് മൊഹാബുൽ ഇസ്ലാമാണ് മരിച്ചത്. ഒരാൾക്ക് പരിക്കേറ്റു. കൊടുങ്ങല്ലൂരിൽ നിർമ്മാണത്തിലിരിക്കുന്ന 2 കെട്ടിടങ്ങളിൽ മോഷണം. ഇലക്ട്രിക് കേബിളുകൾ മോഷണം പോയി. മണ്ണുത്തിയിൽ MDMAയുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. നെല്ലിക്കുന്ന് സ്വദേശി പ്രവീണാണ് പിടിയിലായത്. എരുമപ്പെട്ടി കുട്ടഞ്ചേരിയിൽ കാട്ടുപന്നിയിടിച്ച് പിക്കപ്പ് വാഹനം പാടശേഖരത്തിലേക്ക് മറിഞ്ഞ് ദമ്പതികൾക്ക് പരിക്കേറ്റു. ചാത്തന്നൂർ ഒഴുവത്ര പ്രമോദ് കുമാർ, ഭാര്യ പ്രവിത എന്നിവർക്കാണ് പരിക്കേറ്റത്. പാവറട്ടി പഞ്ചായത്തിന്റെ തീരദേശത്ത് നടത്തിയിരുന്ന അനധികൃത മണലൂറ്റ് തടഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് മണലൂറ്റ് തടഞ്ഞത്. വാർത്തകൾ വിശദമായി. ശ്രീനാരായണപുരത്ത് കാന നിർമ്മാണത്തിനിടെ മതിലിടിഞ്ഞു വീണ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. വലിയ വീട്ടിൽ രാജരാജേശ്വരി ക്ഷേത്ര പരിസരം മുള്ളൻ ബസാർ വെറ്റിനറി ആശുപത്രി റോഡിലായിരുന്നു സംഭവം. വെസ്റ്റ് ബംഗാൾ സ്വദേശി 35 വയസ്സുള്ള മുഹമ്മദ് മൊഹാബുൽ ഇസ്ലാമാണ് മരിച്ചത്. ഗുരുതര പരിക്കേറ്റ വെസ്റ്റ് ബംഗാൾ സ്വദേശി സൈഫുൽ മണ്ഡലിനെ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂരിൽ നിർമ്മാണത്തിലിരിക്കുന്ന 2 കെട്ടിടങ്ങളിൽ മോഷണം. ഇലക്ട്രിക് കേബിളുകൾ മോഷണം പോയി. തെക്കേനടയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന നഗരസഭാ കെട്ടിടത്തിലും കാവിൽക്കടവിലെ ഷോപ്പിംഗ് കോംപ്ലക്സിലുമാണ് മോഷണം നടന്നത്. നഗരസഭാ കെട്ടിടത്തിലെ വാതിലുകളുടെ താഴുകൾ നശിപ്പിച്ച നിലയിലാണ്. ഏകദേശം 10,000 രൂപ വില വരുന്ന കേബിളുകൾ ഇവിടെ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാവിൽക്കടവിലെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്നും 25,000 രൂപയോളം വില വരുന്ന ഇലക്ട്രിക് കേബിളുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മോഷണത്തിന് പുറമെ പുതിയ നഗരസഭാ ഓഫീസിന്റെ ഉദ്ഘാടനം വൈകിപ്പിക്കാനുള്ള ശ്രമവും സംഭവത്തിന് പിറകിലുള്ളതായി സംശയിക്കുന്നുവെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ പറഞ്ഞു. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ പുതിയ ബിൽഡിംഗിൽ ഇന്നലെ രാത്രി ഒരു മോഷണം നടക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ രാവിലെ കോൺട്രാക്ടർ പണിയുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ തന്നെ അവർ എന്നെ വിളിച്ചറിയിക്കുകയും ഞാനത് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചതിൻ്റെ ഭാഗമായി പോലീസ് അപ്പം തന്നെ ഇവിടെ സന്ദർശിക്കുകയും അതുമായി മൊഴി എടുക്കുകയും ചെയ്തിട്ട് ആമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ട്. നമുക്ക് അതിനുശേഷം ഞാനിവിടെ വന്ന് സന്ദർശിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഡോറ്, ഇവിടുത്തെ പ്രധാനപ്പെട്ട 3 ഡോറുകളുടെ ഡോറ് കുത്തി അത് കേടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള ആ ഡോറിൻ്റെ ഒരു ഭാഗം കേടാക്കുമ്പോൾ ആ ഡോറ് മൊത്തമായിട്ട് മാറ്റേണ്ട ഒരു അവസ്ഥയാണ്. നമുക്കറിയാം നമ്മളുടെ കൊടുങ്ങല്ലൂർ നഗരസഭ ഈ ബിൽഡിങ് ഒരു 10-ാം തീയതിക്ക് പുതിയ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കണമെന്ന ആ അവസാന ഘട്ടത്തിലേക്ക് പോകുന്ന അവസരത്തിലാണ് ഇങ്ങനെ ഒരു മോഷണം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. മണ്ണുത്തിയിൽ 23.82 ഗ്രാം MDMAയുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. നെല്ലിക്കുന്ന് സ്വദേശി ചാലിശ്ശേരി വീട്ടിൽ പ്രവീണാണ് പിടിയിലായത്. വിപണിയിൽ 1.5 ലക്ഷം രൂപ വിലമതിക്കുന്ന മയക്കുമരുന്നാണ് പിടിച്ചെടുത്തത്. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ VJ റോയ്, എക്സൈസ് ഇന്റലിജൻസ് ഇൻസ്പെക്ടർ AB പ്രസാദ്, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ N സുദർശനകുമാർ തുടങ്ങിയവർ മയക്കുമരുന്ന് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. എരുമപ്പെട്ടി കുട്ടഞ്ചേരിയിൽ കാട്ടുപന്നിയിടിച്ച് പിക്കപ്പ് വാഹനം പാടശേഖരത്തിലേക്ക് മറിഞ്ഞ് ദമ്പതികൾക്ക് പരിക്കേറ്റു. കറുകപുത്തൂർ ചാത്തന്നൂർ ഒഴുവത്ര ആലിക്കൽ വീട്ടിൽ പ്രമോദ് കുമാർ, ഭാര്യ പ്രവിത എന്നിവർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. കുട്ടഞ്ചേരി പാടശേഖരത്തിൽ നിന്നും പാഞ്ഞുവന്ന കാട്ടുപന്നി പിക്കപ്പ് വാഹനത്തിന്റെ ഡ്രൈവർ ക്യാബിൻ ഭാഗത്തിരിക്കുകയായിരുന്നു. ഇടിയെ തുടർന്ന് വാഹനം റോഡിൽ നിന്നും താഴ്ചയുള്ള പാടത്തേക്ക് മറിഞ്ഞു. ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് 2 പേരെയും രക്ഷപ്പെടുത്തിയത്. അപകടത്തിൽ കാട്ടുപന്നി ചത്തു. എരുമപ്പെട്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ച് പന്നിയെ സംസ്കരിച്ചു. രാത്രിയും പകലും എന്ന് പറഞ്ഞ പോലെയാണ് പന്നികൾ ഓടി നടക്കുന്നത്. അത് കാരണം കൊണ്ട് നമുക്ക് റോട്ടിൽ കൂടെ പോലും ധൈര്യമായിട്ട് വണ്ടി ഓടിക്കാൻ തന്നെ പറ്റാത്തൊരു അവസ്ഥയാണ്. പിന്നെ കൃഷിയാണെന്നുണ്ടെങ്കിൽ ഒരു കൃഷി ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്.
ഇന്നലെ ഇപ്പോൾ ഈ ചേട്ടൻ രാത്രിയിൽ വൈഫ് ഹൗസ് എന്ന് പറഞ്ഞ ഈ ചേട്ടനായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ രാത്രിയിൽ നിന്നിട്ട് സൗണ്ട് കേട്ടിട്ട് ഓടി വന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നുണ്ട്. ഇത് നമ്മളൊക്കെ തന്നെയാണ് ഫസ്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത്. അടുത്തുള്ളവരൊക്കെ അടുത്താണ് വീട്. അപ്പോൾ ഇതേപോലെ പല പ്രാവശ്യം ഇവിടെ ബൈക്കൊക്കെ ആക്സിഡൻ്റ് ആയിട്ട് വീഴാറുണ്ട്. പക്ഷെ അത്ര കാര്യമായിട്ടൊന്നും പറ്റാറില്ല. ഇന്നലെ ഇപ്പോൾ വലിയൊരു പന്നിയാണ്. അത് നിത്യം ഇവിടെ ഭയങ്കര ഭീഷണിയാണ് ആ പന്നിയെ കൊണ്ട്. അതുപോലെ തന്നെ പല ഇഷ്ടംപോലെ വണ്ടികളും കാര്യങ്ങളും കൃഷിയും കാര്യങ്ങളൊക്കെ നശിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വേണ്ടപ്പെട്ട അധികാരികൾ അതിൻ്റെ വേണ്ടപ്പെട്ട മെയിൻ നല്ല അത് എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരായിട്ടുള്ള ഞങ്ങളുടെ ആവശ്യം. പാവറട്ടി മേഖലയിൽ നടന്നുവന്നിരുന്ന അനധികൃത മണലൂറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോയുടെ നേതൃത്വത്തിൽ തടഞ്ഞു. ഹൈവേ നിർമ്മാണത്തിനായി പാവറട്ടി പഞ്ചായത്തിന്റെ തീരദേശത്തുനിന്ന് 1 മാസത്തിലേറെയായി മണലൂറ്റ് നടത്തിവന്നിരുന്നു. പാവറട്ടി പഞ്ചായത്ത് ഗ്രൌണ്ടിനോട് ചേർന്നുള്ള പെരിങ്ങാട് പുഴയിൽ നിന്നാണ് മണലെടുത്തിരുന്നത്. മുനക്കക്കടവ് മേഖലയിൽ നിന്ന് അശാസ്ത്രീയമായി മണലെടുക്കുന്നതിന് എതിരെ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. പഞ്ചായത്ത് ഗ്രൌണ്ടിൽ പുഴയിൽ നിന്നെടുത്ത മണൽ ശേഖരിക്കുന്നതിനുള്ള അനുമതിയും പാവറട്ടി പഞ്ചായത്തിന്റെ പുതിയ ഭരണസമിതി റദ്ദാക്കിയിരുന്നു. ജില്ലാ കളക്ടർ ഉത്തരവ് പ്രകാരം സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് അവർ മണലെടുക്കുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ വരുമ്പോൾ കാണുന്നത് രാത്രിയും പകലും ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലാണ് ഇവിടെ മണലെടുത്തുകൊണ്ടിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ വലിയ ശബ്ദത്തോടുകൂടി ഇവിടുത്തെ ഡ്രഡ്ജിംഗ് മെഷീനുകൾ പ്രവർത്തിക്കുകയും ജനങ്ങൾക്ക് ഉറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ്. അതോടൊപ്പം അനിയന്ത്രിതമായി പറഞ്ഞതിനേക്കാൾ കൂടുതൽ അളവിൽ മണലെടുക്കുന്നതായിട്ട് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ സമീപത്തുള്ള പല കിണറുകളിലും വെള്ളം കളർ വ്യത്യാസം വന്ന് രുചി വ്യത്യാസം വന്ന അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ ബാധിക്കുന്ന, അവരുടെ കുടിവെള്ളത്തെ ബാധിക്കുന്ന, ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് കായലിൽ മത്സ്യം പിടിക്കാൻ പോകാത്ത തരത്തിൽ ഇവിടുത്തെ പരിസ്ഥിതിയെ മൊത്തം നശിപ്പിക്കുന്ന രീതിയിൽ ഈ മണലെടുപ്പ് മാറുന്നുവെന്ന് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥലം പരിശോധിക്കാനായിട്ട് പഞ്ചായത്ത് മെമ്പർമാരും നാട്ടുകാരും എല്ലാം കൂടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇത് തീർച്ചയായും അനധികൃതമായ മണലുറ്റ് നടത്തുന്നത് മൂലം പ്രദേശത്തെ വീടുകളിലെ കിണറുകൾ മലിനമാകുന്നതായും കിണറ്റിലെ വെള്ളത്തിന് നിറവ്യത്യാസം വന്നതായും ആരോപിച്ച് നാട്ടുകാർ പരാതിപ്പെട്ടതിനെ തുടർന്നായിരുന്നു നടപടി. ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായ ഭരണസമിതി യോഗം ചേരുമെന്ന് പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോ പറഞ്ഞു. വൈസ് പ്രസിഡന്റ് റംസിയ മുജീബ്, ബ്ലോക്ക് മെമ്പർ നസീമ ഹാരിസ്, വാർഡ് മെമ്പർ കെ ലിഷ, മെമ്പർമാരായ BJ വർഗീസ്, സുഹ്റബി ഹമീദ്, അബിനി ശശി, ധന്യ സിബിൻ എന്നിവരും സ്ഥലത്തെത്തി. അയൽക്കാരനെ കൈക്കോട്ടുകൊണ്ട് തലയിൽ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിക്ക് 5 വർഷം തടവും 50,000 രൂപ പിഴയും ശിക്ഷ. നന്മണിക്കര പാഴായി ചിറയത്ത് ചാക്കുണ്ണിയെയാണ് ഇരിങ്ങാലക്കുട അഡീഷണൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ജഡ്ജ് ലക്ഷ്മി കെ തമ്പിയാണ് ശിക്ഷ വിധിച്ചത്. 2015 സംഭവം. അതിർത്തി തർക്കത്തെ തുടർന്ന് പാഴായി എലുവത്തിങ്കൽ ജോസിനെയാണ് ഇയാൾ ആക്രമിച്ചത്. വിവിധ കേസുകളിലാണ് ശിക്ഷ വിധിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം 2 മാസവും അധിക തടവ് ശിക്ഷ അനുഭവിക്കണം. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോജി ജോർജ് കോടതിയിൽ ഹാജരായി. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക്. വിനോദസഞ്ചാരത്തിന് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് ചാലക്കുടി നഗരസഭാ ബജറ്റ്. ടൂറിസം പദ്ധതിയുടെ നഗരസഭയ്ക്ക് സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ പദ്ധതി ഉൾപ്പെടുത്തുന്നതാണ് നഗരസഭാ വൈസ് ചെയർമാൻ KV പോൾ അവതരിപ്പിച്ച ബജറ്റ്. സമഗ്ര ടൂറിസം പദ്ധതി 3 ഘട്ടമായി ഒരുക്കുമെന്ന് വൈസ് ചെയർമാൻ KV പോൾ വ്യക്തമാക്കി. ഇതിന്റെ DPR തയ്യാറാക്കുന്നതിന് 25 ലക്ഷം രൂപ വകയിരുത്തി. ചാലക്കുടി പുഴയുടെ 9.5 കിലോമീറ്റർ ദൂരം പാർശ്വഭിത്തികൾ നിർമ്മിച്ച് തീരം ഇടിയുന്ന അവസ്ഥ പരിഹരിക്കാൻ പദ്ധതിയിൽ നിർദ്ദേശമുണ്ട്. മാലിന്യ സംസ്കരണത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കും. ശുചിത്വ പ്രവർത്തികൾക്കായി 1 കോടി രൂപ നീക്കിവച്ചു. ജലസംരക്ഷണത്തിന് പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തു. കലാഭവൻ മണി പാർക്കിന്റെ വികസനം, ആധുനിക കംഫർട്ട് സ്റ്റേഷനുകൾ സ്ഥാപിക്കൽ, പൌലോസ് താക്കോൽക്കാരൻ പാർക്ക് വികസനം എന്നിവയും ബഡ്ജറ്റിൽ ഇടം പിടിച്ചു.
ചെയർപേഴ്സൺ ആലിസ് ഷിബു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ വിവിധ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപക അനധ്യാപകരെ ആദരിക്കാൻ തൃശൂർ URCയുടെ നേതൃത്വത്തിൽ ആദരം സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എ പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഫി ഡെയ്സൺ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഉപാധ്യക്ഷൻ PM ബാലകൃഷ്ണൻ, സമഗ്ര ശിക്ഷ കേരളം ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ NJ ബിനോയ്, CP ജെയ്സൺ, TK ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ K ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ 6ാം വിളക്കായ വ്യാഴാഴ്ച മുതൽ വിശേഷമായ സ്വർണ്ണക്കോലം എഴുന്നള്ളിച്ചു തുടങ്ങും. ഉച്ചതിരിഞ്ഞ് 3-ന് നടക്കുന്ന കാഴ്ചശീവേലി മുതൽ ആറാട്ട് വരെയുള്ള ദിവസങ്ങളിൽ സ്വർണ്ണക്കോലത്തിന്റെ പ്രൌഢിയിലാണ് ഭഗവാൻ എഴുന്നള്ളുക. അപൂർവ അവസരങ്ങളിൽ മാത്രം പുറത്തെടുക്കുന്ന സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കുന്നത് കണ്ട് തൊഴുതത് ഏറെ പുണ്യമാണെന്നാണ് വിശ്വാസം. ഉത്സവത്തിന്റെ അവസാന 5 ദിവസങ്ങളിലും ഏകാദശി, അഷ്ടമി, രോഹിണി ദിവസങ്ങളിലുമാണ് ക്ഷേത്രത്തിൽ സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കാറ്. 1 കിലോയിലധികം തനി സ്വർണത്തിൽ തീർത്ത് മരതക പച്ചയും വിശേഷപ്പെട്ട രത്നങ്ങൾ പതിച്ച വീരശൃംഖല ചാർത്തിയിട്ടുള്ള സ്വർണ്ണക്കോലം വിലമതിക്കാനാകാത്തതാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 6ാം ദിവസത്തെ ഉത്സവത്തിന്റെ ചെലവ് പുന്നത്തൂർ കോവിലകമായിരുന്നു വഹിച്ചിരുന്നത്. അന്ന് നടക്കുന്ന കാഴ്ചശീവേലിക്ക് കോവിലകത്തെ വലിയ തമ്പുരാൻ നേരിട്ട് എഴുന്നള്ളുകയും കാഴ്ചശീവേലി വടക്കേ നടയിലെത്തുമ്പോൾ മേളത്തിൽ പ്രാഗൽഭ്യം തെളിയിക്കുന്നവർക്ക് പാരിതോഷികം നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ സ്മരണ പുതുക്കി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് വകകൊട്ടൽ ചടങ്ങും നടക്കും. ആധുനികതയുടെ കടന്നുകയറ്റത്തിലും മാറാത്ത ചിട്ടകളാണ് ഗുരുവായൂർ ക്ഷേത്രോത്സവ പാരമ്പര്യത്തിന് പകിട്ടേകുന്നത്. ഇതിൽ പ്രധാനമാണ് ഉത്സവകാലത്തെ മുഖ്യ ആകർഷകമായ പ്രസാദഊട്ട്. ഉത്സവക്കഞ്ഞി കുടിക്കാൻ ഇന്നും പ്ലാവിലക്കുമ്പിൾ തന്നെ വേണം. ഈ കുമ്പിളുകൾ തയ്യാറാക്കി നൽകാനുള്ള പാരമ്പര്യ അവകാശം പതിറ്റാണ്ടുകളായി കാത്തുസൂക്ഷിക്കുകയാണ് മൂത്തേടത്ത് കുടുംബം. പാളപ്ലേറ്റിൽ കഞ്ഞിയും പുഴുക്കുമാണ് ഉത്സവ സമയത്തെ 9 ദിവസം രാവിലെയുള്ള പ്രസാദഊട്ട്. 6 പതിറ്റാണ്ടായി മൂത്തേടത്ത് നാരായണൻ നായരും കുടുംബവുമാണ് പ്ലാവിലക്കുമ്പിൾ തയ്യാറാക്കി നൽകിയിരുന്നത്. ഇദ്ദേഹത്തിന്റെ മരണശേഷം മകൻ രാമചന്ദ്രൻ അച്ഛന്റെ പാത പിന്തുടർന്നു. 6 വർഷം മുൻപ് രാമചന്ദ്രൻ മരിച്ചതോടെ അവകാശം മകൻ രഘുവിലെത്തി. ഏകദേശം ഒരു ദിവസം 20,000 പ്ലാവിലെങ്കിലും നമുക്ക് വേണ്ടിവരും. ഈ കഞ്ഞി കുടിക്കുന്നതിന് വേണ്ടി പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ് പാളയും അതേപോലെ തന്നെ പ്ലാവിലയും. ആ ഒരു രീതി തന്നെയാണ് ഇപ്പോഴും ഗുരുവായൂര് നടന്നുകൊണ്ടിരിക്കുന്നത്. നാരായണൻ നായരോടൊപ്പം വളരെ ചെറുപ്പത്തിലെ പ്ലാവിലക്കുമ്പിൾ തയ്യാറാക്കി ക്ഷേത്രത്തിലേക്ക് നൽകിയിരുന്നുവെന്ന മകൾ നളിനി പറഞ്ഞു. ഞാൻ ചെറുപ്പം തൊട്ട് ഒരു 10 വയസ്സുള്ളപ്പോ തൊട്ട് അച്ഛന്റെ കൂടെ നടന്ന എല്ലാ ചെയ്തിരുന്നാണ് ഏട്ടനും കൂടി. പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാനും ഏട്ടനും കൂടിയാണ് 28 കൊല്ലത്തോളം ഞങ്ങൾ ചെയ്തു. ഇപ്പൊ ഏട്ടന്റെ മോൻ രഘു, ഞാനും എന്റെ മക്കളും ഞങ്ങളുടെ കുടുംബങ്ങളും എല്ലാവരും കൂടി ഇത് പാരമ്പര്യമായിട്ട് കൊണ്ടു നടക്കുന്ന ഈ അമ്പലത്തിലെ പ്രവൃത്തി. രഘുവിന്റെ നേതൃത്വത്തിൽ 15ഓളം പേരാണ് ഈ പുണ്യകർമ്മത്തിൽ വ്യാപൃതരായിരിക്കുന്നത്. ഇവർക്കൊപ്പം ഭക്തരും സഹായത്തിനുണ്ടാകും. പുലർച്ചെ 5 മണിയോടെ ആരംഭിക്കുന്ന ജോലികൾ 3 മണിയാകും അവസാനിക്കാൻ. പള്ളിവേട്ട ആറാട്ട് ദിവസങ്ങളിൽ ഗ്രാമപ്രദക്ഷിണത്തിനിറങ്ങുന്ന ഭഗവാനു മുന്നിൽ പന്തം പിടിക്കുന്നതും ദീപസ്തംഭങ്ങളും ചിരാതുകളും തെളിയിക്കുന്നതും ഇവരുടെ അവകാശമാണ്. ആദ്യകാലത്ത് ഇവരാണ് പാള കുത്തി നൽകിയിരുന്നത്. പാളപ്ലേറ്റ് വിപണി കൈയടക്കിയതോടെ അവകാശം പ്ലാവിലക്കുമ്പിളിൽ ഒതുങ്ങി. ഇതിനാവശ്യമായ ഈർക്കിലി കഴുകി ഉണക്കി സൂക്ഷിക്കുകയാണ് പതിവ്. ആറാട്ട് കഴിഞ്ഞ് ഉത്സവ കൊടിയിറങ്ങുന്നതോടെ ഇവർ അടുത്ത വർഷത്തേക്കുള്ള ഈർക്കിൽ തയ്യാറാക്കി തുടങ്ങും. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗ്രഹണ പ്രായശ്ചിത്ത ഹോമം നടത്തി. ഉത്സവ ചടങ്ങുകൾക്കിടയിൽ ചന്ദ്രഗ്രഹണം വന്നതിനെ തുടർന്നാണ് പ്രായശ്ചിത്ത ഹോമം നടത്തിയത്. ഹോമസംഭാതം മുളയിലും കുടിയിലും സ്പർശിച്ചു. തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചന്ദ്രഗ്രഹണമായതിനാൽ ക്ഷേത്ര ചടങ്ങുകളിൽ മാറ്റം വരുത്തിയിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 6-ന് ക്ഷേത്ര നട അടച്ച് ഗ്രഹണശേഷം 7:15-നാണ് തുറന്നത്. അത്താഴപൂജ നിവേദ്യങ്ങളായ അപ്പം, അട, അവിൽ ഷീട്ടാക്കിയില്ല. ഉച്ചയ്ക്ക് ശേഷമുള്ള പകർച്ചയും രാത്രിയിലെ പ്രസാദഊട്ടും ഉണ്ടായിരുന്നില്ല. കൃഷി, പാർപ്പിടം, മാലിന്യ സംസ്കരണം, കുടിവെള്ളം എന്നിവയ്ക്ക് ഊന്നൽ നൽകി എടത്തിരുത്തി പഞ്ചായത്ത് ബജറ്റ്. 45,62,52,094 രൂപ വരവും 45,53,17,000 രൂപ ചിലവും 43,35,094 രൂപ മിച്ചവുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു ബജറ്റ് അവതരിപ്പിച്ചു.
പഞ്ചായത്ത് സെക്രട്ടറി KV സനീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ നൌമി പ്രസാദ്, KK അജിതകുമാരി, ഐഷാബി മുഹമ്മദ്, പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. യുദ്ധം നിർത്തൂ, ലോകസമാധാനം സ്ഥാപിക്കൂ എന്ന മുദ്രാവാക്യവുമായി ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ കൂട്ടായ്മ നടത്തി. കത്തീഡ്രൽ അങ്കണത്തിൽ നടന്ന പ്രാർത്ഥനാ കൂട്ടായ്മ വികാരി ഡോക്ടർ ഫാദർ ലാസർ കുറ്റിക്കാടൻ ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് സാബു കൂനൻ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റി PT ജോർജ്, സെക്രട്ടറി റോബി കാളിയങ്കര, ട്രഷറർ ഡേവിസ് ചക്കാലയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലെ നിർമ്മാണം പൂർത്തീകരിച്ച ഗേറ്റ്വേയുടെ ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിച്ചു. ആശുപത്രിയിലെ പുതിയ OP ബ്ലോക്കിന്റെ ഭാഗത്ത് പുതിയതായി നിർമ്മിക്കുന്ന മതിലിന്റെയും ഗേറ്റിന്റെയും നിർമ്മാണ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. വാർഡ് കൌൺസിലർ മാഗി വിൻസെന്റ് പള്ളായി അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TI പോൾ, നഗരസഭാ കൌൺസിലർ PV ശിവകുമാർ, ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ MG ശിവദാസ്, ജനറൽ ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് സദീരത് രത്നം തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വശത്തുള്ള കവാടവും മതിലും ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം പ്രഖ്യാപിക്കുന്നു. കലാഭവൻ മണിയുടെ 10ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി ചാലക്കുടി കുന്നിശ്ശേരി കുടുംബ ട്രസ്റ്റ് ഈ മാസം 6-ന് അനുസ്മരണം സംഘടിപ്പിക്കും. രാവിലെ 10 മുതൽ ചേനത്തുനാട് കുന്നിശ്ശേരി രാമൻ സ്മാരക കലാഗ്രഹത്തിലാണ് ചടങ്ങുകൾ നടക്കുക. പൊതുസമ്മേളനം സംവിധായകൻ പ്രിയനന്ദൻ ഉദ്ഘാടനം ചെയ്യും. 2026-ലെ കലാഭവൻ മണി പുരസ്കാരം പ്രമോദ് വെളിയനാടിന് സമർപ്പിക്കും. വാർത്താസമ്മേളനത്തിൽ RLV രാമകൃഷ്ണൻ, MG അനിരുദ്ധൻ, KV സിനീഷ്, AC സജിത്ത് എന്നിവർ പങ്കെടുത്തു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. മാള ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാറിൽ കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. വികസന സെമിനാർ VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് അധ്യക്ഷയായി. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ധന്യ ദേവദാസ് കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. മാള പഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബൈജു എടത്താടൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ സെലിൻ ജെയിംസ്, പോൾസൺ കൊടിയൻ, അന്നമനട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PD ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ലഹരിക്കെതിരെ സേ നോ ടു ഡ്രഗ്സ് ക്യാമ്പയിനിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം തല 5ാം ഘട്ട കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ടൌൺഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VC വർഗീസ് അധ്യക്ഷത വഹിച്ചു. വിമുക്തി പ്രവർത്തനങ്ങൾക്ക് മികച്ച നേതൃത്വം കാഴ്ചവെച്ച അധ്യാപകർക്കും സ്കൂളിനും മെമന്റോ വിതരണം ചെയ്തു. കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PS മനു, വാർഡ് കൌൺസിലർ P പ്രസാദ്, ഇരിങ്ങാലക്കുട എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ P മുരളീധരൻ, ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ PR അനുകുമാർ, എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഫിയാത്ത് മിഷൻ ഒരുക്കുന്ന 7ാമത് ഗ്രേറ്റ് ഗാദറിംഗ് ഓഫ് മിഷൻ പന്തൽ കാൽനാട്ട് കർമ്മം തലോർ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ നടന്നു. മെൽബൺ രൂപത മുൻ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ കാൽനാട്ട് കർമ്മം നിർവഹിച്ചു. ജെറുസലേം ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡേവിസ് പട്ടത്ത്, ഫാദർ ജോ പാച്ചേരിയിൽ, ഫാദർ ദേവസ്യ കാനാട്ട്,
ഫാദർ ജോസ് പയ്യപ്പള്ളി, ഫിയാത്ത് മിഷൻ ഡയറക്ടർ സീറ്റ്ലി ജോർജ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഏപ്രിൽ 13 മുതൽ 19 വരെ തലോർ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന മഹാസംഗമം ശംഷാബാദ് രൂപത ആർച്ച് ബിഷപ്പ് മാർ പ്രിൻസ് പാണേങ്ങാടൻ ഉദ്ഘാടനം നിർവഹിക്കും. മാള പുത്തൻചിറയിൽ നിന്ന് കാണാതായ വയോധികനെ കൊമ്പത്തുകടവിൽ കണ്ടൽക്കാടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മേക്കാട്ടുപറമ്പിൽ 76 വയസ്സുള്ള തോമസ് ആണ് മരിച്ചത്. ഫെബ്രുവരി 7-നാണ് ഇയാളെ കാണാതായത്. മാള പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. നാവിൽ കൊതിയൂറും നോമ്പുതുറ വിഭവങ്ങൾ ഒരുക്കി വെങ്കിടങ്ങ് സ്വദേശി ബഷീർ ശ്രദ്ധേയനാകുന്നു. തൊയ്ക്കാവ് ചൂനമന റോഡിന് സമീപം താമസിക്കുന്ന മമസ്ര ഇല്ലത്ത് വീട്ടിൽ ബഷീറാണ് നോമ്പുതുറയുടെ രുചിവട്ടങ്ങളിൽ വൈവിധ്യം ഒരുക്കുന്നത്. അഞ്ചു വർഷമായി വെങ്കിടങ് പഞ്ചായത്ത് ഓഫീസ് പരിസരത്തെ താൽക്കാലിക ഷെഡിലാണ് നോമ്പുകാലത്ത് വിഭവങ്ങൾ ഒരുക്കുന്നതും വിപണനം ചെയ്യുന്നതും. രുചിയേറിയ നോമ്പുതുറ വിഭവങ്ങൾ വാങ്ങിക്കുന്നതിനായി ദൂരെ ദിക്കിൽ നിന്നുപോലും ആളുകൾ ഇവിടെ എത്താറുണ്ട്. വീട്ടിൽ നിന്ന് ബഷീറിന്റെ ഭാര്യ ഉണ്ടാക്കുന്ന വിഭവങ്ങളും ബഷീറിന്റെ ലൈവ് പൊരിക്കടികളുമാണ് നാട്ടുകാരുടെ പ്രിയം. ഓരോ ദിവസവും 40-ലേറെ വ്യത്യസ്തങ്ങളായ നോമ്പുതുറ വിഭവങ്ങളാണ് ഒരുക്കുന്നതെന്ന് ബഷീർ പറഞ്ഞു. ഏകദേശം 45-50ഓളം വരുന്ന പലഹാരങ്ങൾ എല്ലാതുമായിട്ടുണ്ടാവും. ഇത് നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ വൈഫ് തയ്യാറാക്കുന്നതാണ്. 2 മണിക്ക് സ്റ്റാർട്ടിങ്, ഒരു 3-3:30 ആകുമ്പോൾ എല്ലാ കടികളും മാക്സിമം വരുന്ന ഒരുവിധം കടികളൊക്കെ ലൈവാണ്. പിന്നെ ഉന്നക്കായ, ചട്ടിപ്പത്തിരി ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മളെ വീട്ടിൽ വെച്ചാണ്. ബാക്കി ഒരു വിധം വരുന്ന ഒരു 26-28ഓളം ഐറ്റംസ് നമ്മളിവിടെ ലൈവാണ് ഉണ്ടാക്കുന്നത്. കച്ചവടം അടിപൊളിയാണ്. തിരക്കേറിയ സമയത്ത് സുഹൃത്തുക്കളും ബന്ധുക്കളും സ്റ്റാളിലെത്തി സഹായിക്കും. വരുമാനമാർഗം എന്നതിലുപരി ഒരു പുണ്യകർമ്മമായാണ് ബഷീറും കുടുംബവും നോമ്പുതുറ വിഭവങ്ങൾ ഒരുക്കുന്നതിനെ കാണുന്നത്. TCV ന്യൂസ്, പാവറട്ടി. ക്ഷീരവികസന വകുപ്പ് വടക്കാഞ്ചേരി ബ്ലോക്ക് എരുമപ്പെട്ടി പഞ്ചായത്ത് ക്ഷീരഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനവും പ്രത്യേക പാൽ മേന്മ ബോധവൽക്കരണ പരിപാടിയും നടന്നു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM സജി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ VV വിവേക്, പ്രവിത ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ആനന്ദപുരം ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ OP ബ്ലോക്കിലെ വെയിറ്റിംഗ് ഏരിയയുടെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TG ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് ജെ ചിറ്റിലപ്പള്ളി, മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് സരള വിക്രമൻ, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിമിഷ ശ്രീനിവാസൻ, ഇരിങ്ങാലക്കുട ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വൃന്ദ അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു കാര്യമായി നമുക്ക് കാണാൻ സാധിക്കും. തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പുതിയ ബില്ല് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ മറ്റത്തൂർ പഞ്ചായത്തിൽ പ്രചാരണ വാഹന ജാഥ സംഘടിപ്പിച്ചു. മറ്റത്തൂർ കുന്നിൽ നിന്ന് ആരംഭിച്ച ജാഥ യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ചെമ്പുച്ചിറയിൽ ജാഥ സമാപിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ TA ഉണ്ണികൃഷ്ണൻ, PK രാജൻ, PS അംബുജാക്ഷൻ എന്നിവർ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. കൊടകര പഞ്ചായത്തിലെ ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിൽ വാർഷികാഘോഷം നടന്നു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വാർഡ് അംഗം സ്മിത മനോജ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TS അഭിലാഷ് സമ്മാനദാനം നിർവഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി AS സുജിമോൾ, കൊടകര പഞ്ചായത്ത് അംഗം CM ബബീഷ്, കൊടകര BPCC അനൂപ്, PTA പ്രസിഡന്റ് ആതിര ഷാനു തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി നായരങ്ങാടിയിൽ കാണാതായ പെയിന്റിംഗ് തൊഴിലാളിയുടെ മൃതദേഹം പാറമടയിൽ കണ്ടെത്തി. കോടശ്ശേരി നായരങ്ങാടി പൂവത്തിങ്കൽ വീട്ടിൽ വേലായുധന്റെ മകൻ 50 വയസ്സുള്ള ഷൈജുവാണ് മരിച്ചത്.
തിങ്കളാഴ്ച രാത്രി വീട്ടിൽ നിന്നും സ്കൂട്ടറിൽ പോയ ഷൈജുവിനെ ഏറെ വൈകിട്ടും കാണാതായപ്പോൾ വീട്ടുകാർ ചാലക്കുടി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് പലയിടത്തും അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. ചൊവ്വാഴ്ച രാവിലെ നായരങ്ങാടിയിലെ പ്രവർത്തനം നിലച്ചുകിടക്കുന്ന കരിങ്കൽ ക്വാറിക്ക് സമീപം ഷൈജുവിന്റെ സ്കൂട്ടറും മൊബൈൽ ഫോണും കണ്ടതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംസ്ഥാനത്തെ മികച്ച വില്ലേജ് ഓഫീസറായി തിരഞ്ഞെടുത്ത ഗുരുവായൂർ വില്ലേജ് ഓഫീസർ TK അനിൽകുമാറിനെ INTUC പ്രവർത്തകർ ആദരിച്ചു. ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വില്ലേജ് ഓഫീസിലെത്തിയാണ് ആദരവ് നൽകിയത്. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ റീജിയണൽ പ്രസിഡന്റ് CR മനോജ് പൊന്നാട ചാർത്തി, INTUC മണ്ഡലം പ്രസിഡന്റ് ഗോപിനാഥ് മനയത്ത് ഉപഹാരം സമ്മാനിച്ചു. സെക്രട്ടറി മണിദാസ്, വൈസ് പ്രസിഡന്റ് മനു പ്രസാദ്, PA അബ്ദുൽ ഷരീഫ്, CK സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ചൊവ്വല്ലൂർ പടിയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കുളത്തിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ഏകദേശം 50 വയസ്സ് തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ടെമ്പിൾ SHO G അജയ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. മൃതദേഹത്തിന് ഒരാഴ്ചയോളം പഴക്കമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. മേഖലയിൽ നിന്ന് അടുത്തിടെ കാണാതായവരെ കേന്ദ്രീകരിച്ചും പരിസര പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചും മരിച്ചയാളെ തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് പോലീസ്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. കോടാലി കൊരേച്ചാൽ ശ്രീദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. പുള്ളുവൻ പാട്ട്, ചാക്യാർകൂത്ത്, സോപാന സംഗീതാർച്ചന, നാഗപൂജ, പൊങ്കാല സമർപ്പണം, പ്രസാദ ഊട്ട് എന്നിവ ഉണ്ടായി. കോടാലിയിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് ചിന്തുപാട്ട്, തപ്പുവാദ്യം, കാളകളി, തപ്പുവാദ്യം എന്നിവയുടെ അകമ്പടിയോടെ താലിവരവും ഉണ്ടായി. അഴകത്ത് മനക്കൽ വിഷ്ണു നമ്പൂതിരി, വെങ്ങിണശ്ശേരി പുരുഷോത്തമൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. വ്യവസായ സംരംഭങ്ങൾക്കും ടൂറിസത്തിനും പ്രാമുഖ്യം നൽകി ചാവക്കാട് നഗരസഭയുടെ വാർഷിക ബജറ്റ്. 190 കോടി വരവും 185 കോടി ചെലവും 5 കോടി രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ് അവതരിപ്പിച്ചത്. പ്രവാസികളുടെ പങ്കാളിത്തത്തോടെ 100 കോടിയുടെ നിക്ഷേപ സമാഹരണത്തിലൂടെ ഇലക്ട്രോണിക് സിറ്റിയും മൾട്ടി സ്വഭാവമുള്ള സ്റ്റേഡിയവും നിർമ്മിക്കാൻ നഗരസഭ ബജറ്റിൽ പദ്ധതിയുണ്ട്. നഗരസഭയ്ക്ക് പുതിയ ഓഫീസ് സമുച്ചയം നിർമ്മിക്കുന്നതിന് സംസ്ഥാന സർക്കാർ അനുവദിച്ച 5.5 കോടി രൂപ ഉപയോഗിച്ച് ആധുനിക സൌകര്യങ്ങളോടുകൂടി ഓഫീസ് നിർമ്മിക്കും. ഭിന്നശേഷി വയോജന സൌഹൃദമായ രീതിയിലാകും കെട്ടിടത്തിന്റെ നിർമ്മാണം. നഗരസഭയിലെ അർഹരായ മുഴുവൻ കുടുംബങ്ങൾക്കും ഭവന നിർമ്മാണത്തിന് ധനസഹായം നൽകും. ഭവനരഹിതരില്ലാത്ത നഗരസഭ എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ 5 കോടി രൂപ വകയിരുത്തി. ബ്ലാങ്ങാട് ഫിഷറീസ് ഉന്നതിയിലും ബസ് സ്റ്റാൻഡിലും വനിതാ ഓപ്പൺ ജിം ആരംഭിക്കും. ചാവക്കാട് താലൂക്ക് ആശുപത്രി, മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ സൌരോർജ്ജ പാനൽ സ്ഥാപിക്കും. താലൂക്ക് ആശുപത്രിക്ക് പുതിയ കവാടം നിർമ്മിക്കും. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ എല്ലാ റോഡുകളോട് ചേർന്നും കാന നിർമ്മിക്കും. മാലിന്യ സംസ്കരണം, വനിതാ ശിശുക്ഷേമം, പട്ടികജാതി വികസനം, ഭിന്നശേഷി വികസനം, വയോജന സൌഹൃദം, കാർഷിക മേഖല തുടങ്ങിയവയ്ക്കും ബജറ്റിൽ പദ്ധതികളുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ H അക്ബർ അധ്യക്ഷത വഹിച്ചു. ബജറ്റിന്മേലുള്ള ചർച്ച ബുധനാഴ്ച നടക്കും. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 15,585 രൂപ, പവന് 1,24,680 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ.
ശ്രീനാരായണപുരത്ത് കാല നിർമ്മാണത്തിനിടെ മതിലിടിഞ്ഞു വീണ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. വെസ്റ്റ് ബംഗാൾ സ്വദേശി മുഹമ്മദ് മൊഹാബുൽ ഇസ്ലാമാണ് മരിച്ചത്. ഒരാൾക്ക് പരിക്കേറ്റു. കൊടുങ്ങല്ലൂരിൽ നിർമ്മാണത്തിലിരിക്കുന്ന 2 കെട്ടിടങ്ങളിൽ മോഷണം. ഇലക്ട്രിക് കേബിളുകൾ മോഷണം പോയി. മണ്ണുത്തിയിൽ MDMAയുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. നെല്ലിക്കുന്ന് സ്വദേശി പ്രവീണാണ് പിടിയിലായത്. എരുമപ്പെട്ടി കുട്ടഞ്ചേരിയിൽ കാട്ടുപന്നിയിടിച്ച് പിക്കപ്പ് വാഹനം പാടശേഖരത്തിലേക്ക് മറിഞ്ഞ് ദമ്പതികൾക്ക് പരിക്കേറ്റു. ചാത്തന്നൂർ ഒഴുവത്ര പ്രമോദ് കുമാർ, ഭാര്യ പ്രവിത എന്നിവർക്കാണ് പരിക്കേറ്റത്. പാവറട്ടി പഞ്ചായത്തിന്റെ തീരദേശത്ത് നടത്തിയിരുന്ന അനധികൃത മണലൂറ്റ് തടഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് മണലൂറ്റ് തടഞ്ഞത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.